പാലക്കാട് മണ്ണാർക്കാട് സ്ഫോടക വസ്തുക്കളുടെ വൻ ശേഖരം പിടികൂടിയിട്ടുണ്ട്. സംഭവത്തിൽ തച്ചമ്പാറ സ്വദേശി സന്ദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആനമൂളി ചെക്ക് പോസ്റ്റിന് സമീപമാണ് പരിശോധന നടന്നത്. ശ്രീകുമാരൻ പാലക്കാട് ചെയ്യുന്നു. ശ്രീജിത്ത്, ഈ പാലക്കാട് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതും അനധികൃതമായി സൂക്ഷിക്കുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടുന്നതും ഒരു പുതിയ വാർത്തയല്ലാതെ ആകുന്നു. ആ സംഭവങ്ങളിലൊക്കെ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? ആരാണ് ഇയാൾ? എന്തിനാണ് കൊണ്ടുവന്നത്? എന്തായാലും സന്ദീപിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമൊന്നും തന്നെ പോലീസ് പറയുന്നില്ല. സന്ദീപ് തച്ചമ്പാറ സ്വദേശിയാണ്. 405 ജലാറ്റിൻ സ്റ്റിക്കുകൾ, 399 ഡിറ്റനേറ്ററുകൾ, ഇതാണ് ഇയാളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അട്ടപ്പാടി പുതൂരിലേക്കാണ് വാഹനത്തിൽ ഇയാൾ ഇത് കൊണ്ടുപോയിരുന്നത്. ആനമൂളി ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ചാണ് പോലീസിന്റെ വാഹന പരിശോധന ഇന്ന് നടന്നത്. ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലുള്ള കണ്ടെത്തൽ നടത്തിയത്. വാഹനത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇത് മുഴുവൻ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ മേഖലയിൽ അനധികൃത പാറ ഖനനം വളരെ ശക്തമാണ്, അല്ലെങ്കിൽ ആ മേഖലയിൽ നടക്കുന്നുണ്ട് എന്ന വിവരം അധികൃതർക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചില കോറികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇത് എന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണ കോറികളിലേക്ക് എത്തിക്കണമെങ്കിൽ കൃത്യമായ രേഖകൾ വേണം. അത് അത്തരത്തിൽ മാത്രമേ കൊണ്ടുപോകാൻ പാടൂ, സുരക്ഷിതമായി മാത്രമേ കൊണ്ടുപോകാൻ പാടൂ. പക്ഷേ ഈ രേഖകളൊന്നും തന്നെ ഈ സന്ദീപിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. നേരത്തെ സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് RSSന്റെ നിയന്ത്രണത്തിലുള്ള വ്യാസവിദ്യാപീഠം സ്കൂളിൽ നിന്ന്, മൂത്താന്തറയിലെ സ്കൂളിൽ നിന്ന് അവിടെ പന്നിപ്പടക്കം വന്ന് പോലീസ് വിളിച്ച, പിന്നീട് അത് അതീവ ഗുരുതരാവസ്ഥയിലുള്ള സ്ഫോടക വസ്തു എന്ന് കണ്ടെത്തിയ, അത് പൊട്ടിത്തെറിച്ച സംഭവം, പിന്നീട് പിടിച്ചെടുത്ത സംഭവം, തൊട്ടടുത്ത് കല്ലേക്കാട് സ്ഫോടക വസ്തു ഒരു BJP പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത സംഭവം, ഒരു STPI ബന്ധം ആരോപിക്കപ്പെടുന്ന ഒരു പുതുനഗരത്ത് ഒരു വീട്ടിൽ ഒരു സ്ഫോടനം നടന്ന് സഹോദരിക്കും സഹോദരനും പരിക്കേറ്റ സംഭവം. അങ്ങനെ പാലക്കാട് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപകടങ്ങൾ പതിവാകുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ പരിശോധനകൾ നടക്കുന്നുണ്ട്. പാലക്കാട് SP R അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസുകൾ അന്വേഷിക്കുന്നത്. എന്തായാലും ഈ കേസും അത്തരത്തിൽ അന്വേഷിക്കുമെന്ന് അറിയില്ല. എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധമുണ്ടോ എന്നും പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തായാലും കോറികളിലേക്ക് കൊണ്ടുവന്നതാണ് ഇത്തരത്തിലുള്ള സ്ഫോടക ശേഖരമെന്നാണ് പറയുന്നത്. എന്തായാലും പോലീസ് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. സുഹേൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.